കോളേജിലെ കലോത്സവങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പൊ ചില സർട്ടൻ കോളേജസ് മാത്രം എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോഴെനിക്ക് പേഴ്സണലി ഇങ്ങനെ ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഓരോ വർഷവും ഓരോ കുട്ടികളല്ലേ വരുന്നത്, ബട്ട് സ്റ്റിൽ എങ്ങനെയായിരിക്കും അത് അവരിങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം. അല്ല, അതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെ ഇതേപോലെ ഈ മുന്നിട്ട് നിൽക്കുന്ന കോളേജസ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഗുരുക്കന്മാരെ അവരവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ടാവാം. ഇപ്പം തേർഡ് ഇയർ കഴിഞ്ഞിട്ട് ഒരു ബാച്ചാണ് ഇറങ്ങുന്നത്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇതേ എക്സ്പീരിയൻസോട് കൂടിയാണ് വരുന്നത്. അവരെ കണ്ടായിരിക്കും അടുത്ത ഫസ്റ്റ് ഇയർ അഡ്മിഷൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കലോത്സവ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ ഒരു ആർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെന്റ് ഉള്ളിടത്ത് ഡെഫിനറ്റ്ലി അവർ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെന്റേഴ്സിനെ ട്രെയിനേഴ്സിനെ അവർ അവൈലബിൾ ആക്കുക അവരുടെ പിള്ളേർക്ക് വേണ്ടി. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. അല്ലാതെ എല്ലായിടത്തും ഈ ഹാർഡ് വർക്ക് ചെയ്ത് പ്രൈസ് വരുന്ന എല്ലാ പ്രൈസസും ഇങ്ങനെ വരുന്നതാണ് അല്ലെങ്കിൽ ഈ ബാക്ക് ഡോർ വഴി വരുന്നതാണെന്നുള്ള ചിന്താഗതി മാറ്റണം. അർഹമായിട്ടുള്ള പല പൊസിഷൻസും പ്രൈസുകളും ഇതേപോലെ ഈ ബ്രൈബ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലേ.